ഇന്ന് നമുക്ക് സിസി പ്ലാന്റ് പരിചയപ്പെടാം. കാണാൻ നല്ല ഭംഗിയുള്ള സസ്യമാണ്, ഉപയോഗവുമുണ്ട്. വായു ശുദ്ധീകരിക്കുന്നു. നല്ല പച്ച നല്ല തിളങ്ങുന്ന ഇലകളും ഓവൽ ഷേപ്പുള്ള ഇലകളും കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇൻഡോറായിട്ട് വളർത്താം. സാമിയോ കുൾക്കാസ് എന്നാണ് അതിന് പറയുന്നത്. സാമിയോ കുൾക്കാസ് സാമിഫോളിയ. പിന്നെ പോഷകക്കുറവുണ്ടെങ്കിലും അത് വളർന്നോളും. എന്ന് വെച്ചാൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നട്ട മണ്ണ് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ മാത്രം നനച്ചാൽ മതി. അധികം വെള്ളം വേണ്ട. അധികം വെള്ളമായാൽ അത് ചീഞ്ഞു പോകും. അല്ലെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം ഇടക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക. നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിനെ നല്ലതാക്കുന്നു, ശുദ്ധീകരിക്കുന്നു. നമുക്കപ്പോൾ സിസി പ്ലാന്റ് നട്ടു വളർത്താം. ഇത് നല്ലപോലെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് പോലുള്ള ഒരു വേരിൻ്റെ ഉള്ളിലിങ്ങനെ വരും, നല്ല കട്ടിയായിട്ട്. അതിനെന്താ പറയണത്? റൈസോം. സമാനമായിട്ടുള്ള റൈസോമുകൾ ഉണ്ട്. അവ വെള്ളം സംഭരിക്കുകയും വരൾച്ചയെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ട. ഉഷ്ണമേഖലയിലാണ് ഇത് അധികം വളരുന്നത്, വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ. ഇതിനെ പരിചരിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിനെ വളർത്താനായിട്ട് അതെങ്ങനെ അത് വളർത്തിയെടുക്കാമെന്ന് വെച്ചാൽ 2 ഇലകൾ കൂട്ടി വെച്ച് ഇങ്ങനെ വളർത്താം. അല്ലാതെ എല്ലാവരും എങ്ങനെയാണ് ചെടി വളർത്താൻ ശ്രദ്ധിക്കുന്നത് അതുപോലെ പലരും പലതൊക്കെ പറയുന്നുണ്ട്. കറ്റാർവാഴയുടെ ഉള്ളിൽ കുത്തിവെക്കാൻ പറയും. ചിലർ പറയും തെർമോക്കോളിൻ്റെ ഉള്ളിൽ ഇല മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലധികം മുങ്ങാതെ ഇങ്ങനെ വെച്ച് കുറച്ച് ദിവസം വെക്കുമ്പോഴത്തേക്കും വേര് വരും എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളെങ്ങനെയെങ്കിലും നട്ട് വളർത്തുക. ഞാൻ എങ്ങനെയോ വളർത്തിയെന്ന് തന്നെ എനിക്കറിയില്ല. അത് വളർന്നു വന്നിട്ടുണ്ട്. പല പോലെയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തെർമോക്കോളിലൊക്കെ വെച്ചാൽ ഒന്നും വരാറില്ല. ചിലപ്പോൾ 2 ഇല മാത്രം എടുത്ത് വെച്ചാലും വരാറില്ല. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ട് അധികം ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ വളർന്നെന്നും വരാം. ഇൻഡോറിൽ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അത് തുടച്ചൊക്കെ കൊടുക്കും. വേറെ പുറത്താണെങ്കിൽ ചിലപ്പോൾ മറ്റു ചെടികളുടെ ഇടയിലാണെങ്കിൽ ഞാൻ എൻ്റെ പോയിന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിപ്പുണ്ട് നല്ലപോലെ. അധികം ശ്രദ്ധയോ അധികം മായാൽ ഒന്നും ശരിയാവില്ല കേട്ടോ. ചില കാര്യങ്ങളെല്ലാം വളമോ ആഹാരമോ നമ്മളുടെ ആഹാരമൊക്കെ പോലെ തന്നെ അധികമായിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ അത് നല്ലപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായിരിക്കും. നമ്മുടെ അന്തരീക്ഷം മലിനമാക്കില്ല. എത്രയോ പെർസെൻറ്റ് 78% എത്രയോ പെർസെൻറ്റ് ശുദ്ധീകരിക്കുന്നൊക്കെയാണ് പറയുന്നത് ഇവർ. എന്തായാലും ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. ചിലവർക്ക് ഇപ്പോൾ തുടങ്ങി എപ്പോഴും അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പുതിയതായിട്ട് കേൾക്കണതാണ്. ഇനി അതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്നറിയില്ല. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, ഓക്സിജൻ കുറയുന്നു എന്നൊക്കെ. ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, വടി പോലെ. സിസി പ്ലാന്റ് എന്നും ഇസഡ് പ്ലാന്റ് സാമിയോ കുൾക്കാസ്. ബ്രോക്കൺ ഹാർട്ട്, തകർന്ന ഹൃദയം, മോൺസ്റ്ററ അഡാൻസണി പ്ലാന്റ്. പല പേരുകളും പലതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് കണ്ടില്ലേ, ഓട്ട വരുത്തി വെച്ചിരിക്കുന്ന പോലെ ഇലകളെല്ലാം. അതൊരു പ്രത്യേകതയാണ് കാണാനൊക്കെ ആയിട്ട്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം. അധികം പരിചരണമൊന്നും വേണ്ട. മുറിച്ച് നടാവുന്നതാണ്. എയർ പ്യൂരിഫയറാണ്. അപ്പോൾ ഇതിനെ കൂടി പരിചയപ്പെടുത്താനാണ്. പ്രത്യേകതയുള്ള ചെടികളാണിതെല്ലാം. ഇൻഡോറായിട്ടും വളർത്താം. സിംബോളിക് ഇൻഡോർ ബ്യൂട്ടി. വളരെ മനോഹരമായ പ്ലാന്റാണ് കേട്ടോ. ദ്വാരങ്ങളൊക്കെ എങ്ങനെ ആരും ഉണ്ടാക്കി. ചിലർ വന്നിട്ട് ചോദിക്കുക ഇതെങ്ങനെ ഈ ദ്വാരമൊക്കെ താൻ വെട്ടിവെച്ചതാണോ എന്നൊക്കെ ചോദിക്കും.
എനിക്ക് ചില കലകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവരുടെ വിചാരം ഞാൻ ദ്വാരം വെട്ടിവെച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകും. ദൈവമേ, ഇവരിതൊന്നും കണ്ടിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചു, ഇത്രയ്ക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് കേട്ടോ, അത് കാണുമ്പോൾ അറിയാമല്ലോ. ഇതും മണി പ്ലാന്റ് മുറിച്ച് വെള്ളത്തിൽ വെക്കില്ലേ, അതുപോലെ വയ്ക്കാം. വേര് വരുമ്പോഴെടുത്ത് നടാം. ഈർപ്പമുള്ള മണ്ണൊക്കെയാണ് ഇതിനിഷ്ടം. അല്ലാതെ ഇതിനോരോ മുട്ടുണ്ട് ഇങ്ങനെ, ആ ജോയിൻറ്റ് വരുമ്പോഴത്തേക്കും അവിടെ വെച്ച് മുറിച്ചിട്ടെടുത്ത് നട്ടാലും മതി, വേര് പിടിച്ചോളും. അപ്പോൾ നിങ്ങളിതൊക്കെ നട്ടു വളർത്തുക. ഹാങ്ങിങ് ആയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് മനസ്സിനൊരു ആനന്ദമൊക്കെ കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടും, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയെല്ലാം നട്ടു വളർത്തുക, പേരറിയുക. ബ്രോക്കൺ ഹാർട്ട്, അതായത് തകർന്ന ഹൃദയം, ഇതിനും വാസ്തു ഉണ്ട് കേട്ടോ. വാസ്തു എല്ലാ ചെടികൾക്കും ഉള്ളതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു, തകർന്ന ബന്ധങ്ങൾ നന്നാക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഭാഗ്യകരമായ അവസ്ഥ. ആരുടെയും നല്ല ബന്ധങ്ങൾ പൊട്ടിപ്പോകാതിരിക്കട്ടെ, തകർന്നു പോകാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ കൂട്ടി യോജിപ്പിക്കേണ്ടി വരില്ലല്ലോ. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നല്ലതാണല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ട്യൂബിൽ പടർത്താം. ഹാങ്ങിങ് ആയിട്ട് മാത്രമല്ല, വീടുകളിലും മാത്രമല്ല, ഓഫീസുകളിലും വെച്ച് വളർത്താവുന്നതാണ്. അഭിവൃദ്ധി ഉണ്ടാകും. സ്നേക്ക് പ്ലാന്റൊക്കെ പോലെ തന്നെ ആ പ്ലാന്റ് വെച്ചാലും അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ് മിക്ക ഓഫീസിലും വെച്ച് കാണാറുണ്ട്. ഇതും കാണാം. അപ്പോൾ ഇത് എല്ലാവരും വളർത്താൻ ശ്രമിക്കുക. അധികം ബുദ്ധിമുട്ടില്ലാത്തതാണ്, വളർത്തുക. ഇനി വേറെയും ചെടികളുമായിട്ട് വരാം കേട്ടോ. ഒരേ ദിവസം തന്നെ എല്ലാം പറയാനായിട്ട് പറ്റുന്നില്ല. കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്.